PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എതിർപ്പറിയിച്ച് സ്ഥിരീകരിച്ച മന്ത്രി ജി ആർ അനിൽ ഇന്ന് നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. അതേസമയം CPI അനുനയിപ്പിക്കാനാണ് CPM-ന്റെ നീക്കം. PM ശ്രീയിൽ ചേരുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് CPM നിലപാട്. CPIക്ക് എന്താണോ നിലപാട് അത് തന്നെയായിരിക്കും CPIയുടെ മന്ത്രിമാരുടെ നിലപാട്. ഞാൻ മന്ത്രിസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അല്ല, അതെല്ലാം പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനോടൊപ്പമാണ് CPIയുടെ മന്ത്രിമാരുടെ എല്ലാവരുടെയും നിലപാട്. വിജിൻ വായന്തോട് വിവരവുമായി ചേർന്നു. വിജിൻ, എങ്ങനെ അനുനയിപ്പിക്കാനാണ് CPM നീക്കം? ഇക്കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ ഭാഗമാകാതെ മറ്റ് നിബന്ധനകൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ PM ശ്രീ പദ്ധതിയിൽ ഭാഗമാവുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് CPM ഇപ്പോൾ എത്തുന്നത്. നേരത്തെ തന്നെ മന്ത്രിയും വിശദീകരിച്ചത് അതുതന്നെയാണ്. അക്കാര്യം CPI ബോധ്യപ്പെടുത്താനുള്ള ആലോചനയാണ് നിലവിൽ എന്തായാലും നടക്കുന്നത്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ അജണ്ടയ്ക്ക് പുറമെ ഈ വിഷയം അറിയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരോ CPM മന്ത്രിമാരോ ഒന്നും അക്കാര്യത്തിൽ മറ്റൊരു ചർച്ചയിലേക്ക് പോയില്ല. ഇതിൽ ഉൾപ്പെടെയുള്ള അതൃപ്തിയുണ്ട്. ഇന്നലെ നടന്ന സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഒക്കെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ചയാവുകയും നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഇത്തരത്തിലുള്ളൊരു ചർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക, തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ CPI എതിർപ്പ് ശക്തമാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ ഒരു അനുനയ നീക്കം നടത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ LDF ചേരുകയോ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യുക എന്ന നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ PM ശ്രീയിൽ ചേരുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അജിൽ. ശരി, വിജയ്.